നിതിൻ്റെ അവസാന യാത്രയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സഹോദരി രാഗിയുടെ ഭൂമിയിൽ നിതിന് അന്ത്യവിശ്രമത്തിനായി ഇടമൊരുങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 5 സെൻറ്റ് ഭൂമിയിൽ നിതിൻ എല്ലാ സ്വപ്നങ്ങളും അഴിച്ചുവെച്ച് യാത്ര പറയുകയാണ് നമ്മളോട്. അവിടെ അവസാന യാത്രയ്ക്ക് ഇതാ അരങ്ങൊരുങ്ങുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഏറ്റവും വേദനയോടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആശകളും ബാക്കി വെച്ച് നിതിൻ യാത്ര പറഞ്ഞു പോകുന്നു. നിതിൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോ മലയാളിയും ഏറ്റവും സങ്കടത്തോടെ, അതല്ലെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം, ആ കുട്ടിയുടെ നിര്യാണത്തിൽ അല്ലെങ്കിൽ ആ കുട്ടി മരണപ്പെട്ടു പോകുമ്പോൾ അതിന് കാരണമായ വസ്തുതകൾ എന്താണെന്ന്, കാരണമായ കാര്യങ്ങൾ എന്താണെന്ന്. അത്രമേൽ ജാതി അധിക്ഷേപങ്ങൾ, അത്രമേൽ അപമാനങ്ങൾ നേരിട്ട് മരണത്തിന് കീഴടങ്ങിയാണ് കടന്നു പോകുന്നത്. എത്രയോ സ്വപ്നങ്ങളുമായിട്ടാണ് ആ കോളേജിലേക്ക്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് നിതിൻ ചെന്ന് കയറിയതല്ലേ. പക്ഷേ തിരികെ വരുന്നതോ ശ്വാസമറ്റ് എല്ലാ സ്വപ്നങ്ങളും ബാക്കി വെച്ച് വിഷുവിന് മകനെ കാത്തിരുന്ന അമ്മയുടെ മുൻപിലേക്ക് മടങ്ങി വരികയാണ്. എത്രമേൽ സങ്കടത്തോടെയാണ് നമുക്കത് പറയാൻ കഴിയുക. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ, ആ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ഇതാ അവസാനിച്ച് കടന്നു പോവുകയാണ്. അവരിനി എങ്ങനെ അതിനെ അതിജീവിക്കുമെന്ന് നമുക്കറിയില്ല, എങ്ങനെ അതിനെ മറികടക്കുമെന്ന് നമുക്കറിയില്ല. അത്രമേൽ പ്രതീക്ഷയായിരുന്നു ആ കുടുംബത്തെ സംബന്ധിച്ച് നിതിനെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ പിടിവള്ളിയായിരുന്നു നിതിനും നിതിൻ്റെ വിദ്യാഭ്യാസവും അതിനുശേഷം അവർ സ്വപ്നം കണ്ടിരുന്ന നല്ല ജീവിതവുമൊക്കെ. അതൊക്കെ അവസാനിച്ച് കടന്നു പോകുന്നു. അതിന് മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ജാതി ബോധങ്ങളും ഇങ്ങനെയുള്ള ജാതി വെറിയുമൊക്കെ കാരണമാകുന്നല്ലോ എന്നതോർക്കുമ്പോൾ നെഞ്ചുപൊട്ടി മാത്രമേ നമുക്കത് വിവരിക്കാൻ കഴിയുകയുള്ളൂ. ദില്ല കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ദില്ല, അവസാന യാത്രയ്ക്കായി നിതിൻ മടങ്ങി വന്നിരിക്കുകയാണ്. മടങ്ങി വരാൻ സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമിയില്ല. അതുകൊണ്ട് സഹോദരിയുടെ ഭൂമിയിലാണ് അവസാന യാത്രയ്ക്ക് നമ്മൾ അവസാന യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിൽന, വീട്ടിൽ പഠിക്കാൻ പോയ മകനെ വിഷുവിന് വരവേൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഈ മാതാപിതാക്കളുടെ മുന്നിലേക്ക് ഇപ്പോൾ ജീവനറ്റ ശരീരമാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ്. സഹോദരിയുടെ മനസ്സുദിച്ചതുപോലെ തന്നെ സ്വന്തമായ ഒരു മണ്ണില്ലാത്ത നിതിൻ രാജിന്റെ സഹോദരിയുടെ പുരയിടത്തിലെ 5 സെന്റ് പുരയിടത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിതിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ വീട്, ഇതിന്റെ സ്വപ്നമായിട്ടുള്ള പുതിയ വീട് ഉണ്ടാക്കാൻ പോകുന്നതും. ആ വീട്ടിൽ താമസിക്കാനുള്ള ഒരു നിമിഷം പോലും സാധിക്കാതെയാണ് ഇപ്പോൾ ആ നിതിൻ മടങ്ങുന്നത്. എത്രത്തോളം വലിയ അധ്യാപകരെന്ന് പറഞ്ഞ് അറിവ് പകർന്നു തന്നെ എത്രത്തോളം വലിയ ഒരു മാനസിക പീഡനത്തിലേക്കാണ്, മനോവിഷമത്തിലേക്കാണ് ഈ ഒരു 22 തള്ളിവിട്ടത് എന്നുള്ള ഒരു വലിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാട് മൊത്തം നിതിന്റെ യാത്രാമൊഴിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിതിൻ ഇനി തിരിച്ചു വരില്ല. നിതിൻ 4 വർഷം കഴിഞ്ഞ് ഡോക്ടറായി തിരികെ വരാമെന്ന് നാട്ടുകാരോടും വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഉറപ്പ് പറഞ്ഞ് ഇറങ്ങിയ നിതിൻ ഇപ്പോൾ ഇതേ ജീവനറ്റ ഈ ശരീരമായി ഈ ഒരു 6 അടി മണ്ണിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അത് എത്രത്തോളം വാക്കുകൾക്ക് അതീതമാണ് ഈ ഒരു വിട പറയലെന്ന് പറയുന്നത്. ഒരിക്കൽ പോലും നിതിൻ ആഗ്രഹിച്ചിരുന്നതല്ല, ഒരിക്കൽ പോലും നിതിൻ തെരഞ്ഞെടുത്ത വഴിയല്ല. നിതിനെ കൊണ്ട് ഇവിടത്തെ സവർണ വെറിയന്മാർ കരുതിക്കൂട്ടി ചെയ്യിപ്പിച്ച ഒരു കാര്യം തന്നെയായി വേണം നമുക്കിത് പറയാൻ വേണ്ടി. പറയുന്നത് പോലെ അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരങ്ങളുടെ ഭർത്താക്കന്മാരും പറയുന്നത് പോലെ ഇതൊരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ്, അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രം, ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം വലിയ പ്രശ്നങ്ങൾ നിതിന്റെ മനസ്സിൽ അടിച്ചേൽപ്പിച്ച അധ്യാപകരാണ്. ഒരു പറയുന്നത് പോലെ ചാതുർവർണ്ണ നിന്നുള്ള മാറിയെന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും അതൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പോഴും അതൊന്നും വ്യത്യാസം വരാത്ത ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ നിതിൻ രാജിന്റെ ഈ മരണം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ജാതിക്കതീതമായി മതത്തിനതീതമായി സംസാരിക്കുമ്പോഴും നാം എല്ലാം ഒന്ന് തന്നെയെന്ന് നമ്മൾ പറയുമ്പോഴും അതൊന്നും അല്ല. ഇപ്പോഴും അതെല്ലാം ഉണ്ട്. സവർണബോധമുള്ള ഒരു 10 മനുഷ്യന്മാർ ഇപ്പോഴും ഇവിടെയുണ്ട്. തങ്ങളുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്റ്റാറ്റസിലേക്ക് വളർന്നു വരാൻ കഴിവുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ടെന്ന് കാണുമ്പോൾ അതിനെ അടിച്ചമർത്തുക എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിന്റെ രീതി കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിന്റെ ഒരു ഫലം കൂടിയാണ് നമ്മൾ നിതിൻ രാജിന്റെ മരണത്തിലൂടെ കാണുന്നത്. നീയൊക്കെ എന്തിനിവിടെ വന്നു, എന്തിന് നീയൊക്കെ ഇവിടെ പഠിക്കാൻ വന്നു? നമുക്കറിയാം നിതിൻ രാജിന്റെ അച്ഛൻ ഇപ്പൊ എന്തിന് തൊഴിലാളിയാണ്. അന്നന്നത്തെ കാര്യം നോക്കി അന്നന്നത്തെ കൂലി മാത്രം വാങ്ങിച്ച് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്ന ഒരു കുടുംബമാണ്.
അവിടേക്കാണ് തന്റെ ജീവിതം അല്ലെങ്കിൽ തന്റെ അച്ഛനും അമ്മയും രക്ഷപ്പെടുത്താൻ, തന്റെ സഹോദരങ്ങളെ ഒരു രക്ഷിക്കാൻ വേണ്ടി പഠിച്ച് മെറിറ്റിൽ തന്നെ സീറ്റ് വാങ്ങിച്ച് ഡോക്ടർ ആവാൻ പഠിച്ച് ആഗ്രഹങ്ങൾ കൊണ്ട് അവിടെ പോകുമ്പോൾ രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ അധിക്ഷേപ പരാമർശങ്ങളും ജാതി അധിക്ഷേപങ്ങളും നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകളും മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചുള്ള കളിയാക്കലുകളും എല്ലാം കേൾക്കുന്നത് അവസരത്തിലാണ്. വലിയ ഒരു മാനസിക സമ്മർദ്ദം തന്നെയാണ് ആ ഒരു 22-കാരന്റെ ഉള്ളിൽ വെച്ചത്, അല്ലെങ്കിൽ 22-കാരന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തത് എന്ന് തന്നെ വേണം പറയാൻ. ഈ പറയുന്നത് പോലെ സഹോദരി ഇന്ന് രാവിലെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഡെന്റൽ കോളേജിന്റെ മുകളിലാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവിടേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തീർച്ചയായും അതെല്ലാം പരിശോധിക്കേണ്ടതാണ് ദിൽന. ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ആ ബിൽഡിങ്ങിലേക്ക്, ഈ മരണം സംഭവിച്ച ആ ബിൽഡിങ്ങിലേക്ക് പോകേണ്ട സാഹചര്യം ഇതിനുണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനങ്ങോട്ടേക്ക് പോയി എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നേരത്തെ നമ്മൾ നിതിൻ്റെ ശബ്ദ സന്ദേശം ഒരു സുഹൃത്തിന് അയച്ച വോയിസ് മെസ്സേജ് നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ വോയിസ് മെസ്സേജിൽ ഒരിടത്തും നിതിൻ ശബ്ദം ഇടറിക്കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. വളരെ ബോൾഡായി, വളരെ ആത്മവിശ്വാസത്തോടെയാണ് തനിക്കെതിരെ നേരിട്ട അധിക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞതിനെക്കുറിച്ച് നിതിൻ പറയുന്നത്. അതായത് നിതിൻ അങ്ങനെ തകർന്നു പോകുന്ന ഒരാളായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അത്രയും മാനസികമായി കരുത്തുള്ള ഒരു വ്യക്തി എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വളരെ വേഗത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വരുന്നു? അന്വേഷിക്കപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് തീർച്ചയായും ആ രീതിയിൽ തന്നെ അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതാണ്.